അപ്പോൾ ഇന്ന് ഡേ 2 ഓഫ് 98 ഡേയ്സ് ചാലഞ്ച്. അപ്പോൾ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഷോൾഡർ പ്ലസ് ബാക്ക്. ഷോൾഡറിന് വേണ്ടി ഡംബൽ ഓവർ ഹെഡ് പ്രസ്സും പിന്നെ ലാറ്ററൽ റേസസും പിന്നെ പൈക്ക് പുഷപ്പും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്ക് എക്സസൈസ് ആയിട്ട് നമ്മുടെ ഷെയ്ഡിൽ പുള്ളപ്പ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇത് രണ്ടുമാണ് ഇന്നത്തെ ലൈക്ക് വർക്കൗട്ട് റൂട്ടീൻ. സോ ഇത് രണ്ടും ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. സോ അത് കഴിഞ്ഞിട്ട് ബോഡി കണ്ടീഷനും ബാക്കിയെല്ലാ കാര്യങ്ങളും. സോ ഇതാണ് ഇന്നത്തെ ബോഡി കണ്ടീഷൻ ഡേ 2. സോ ബേസിക്കലി എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ 3 days വർക്കൗട്ട് സ്പ്ലിറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ബോഡി ലൈക്ക് 1 day ഡെഡിക്കേറ്റഡ് ഫോർ ലെഗ് ആൻഡ് റെസ്റ്റ് 2 ദിവസം. സോ ഐ ഡു കോമ്പൗണ്ട് എക്സസൈസസ്. ലൈക്ക് കോമ്പൗണ്ട് എക്സസൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് മാസ് ജനറേറ്റ് ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള എക്സസൈസസ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ക്വാട്ട് ആവട്ടെ, പിന്നെ ചെസ്റ്റ് ഡിപ്സ്, പിന്നെ വെയ്റ്റഡ് പുള്ളപ്സ് ബാക്ക് എക്സസൈസിന് മസ്റ്റാണ്. ലൈക്ക് വെയ്റ്റഡ് പുള്ളപ്സ് ആണ് ഏറ്റവും കൂടുതൽ ബാക്കിൽ ഗ്രോത്ത് കൊണ്ടുവരുന്നത്. സോ ഇത് 3 എക്സസൈസും അവോയ്ഡ് ചെയ്തിരിക്കുക. പിന്നെ ബാക്കിയുള്ള ലൈക്ക് റെസ്റ്റ് ഡേയ്സിന് കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ
ഫോക്കസ് ലൈക്ക് മെയിൻ 3 കാര്യങ്ങളാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഒബ്വിയസ്ലി വർക്കൗട്ട് ചെയ്താലേ നമ്മുടെ മസിൽ ബ്രേക്ക് ഡൗൺ നടക്കുകയുള്ളൂ. മസിൽ റിപ്പയറിന് വേണ്ടത് അടുത്ത ക്രൂഷ്യലായിട്ടുള്ള ഒരു എലമെൻ്റാണ് റെസ്റ്റ് അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ്. സോ റെസ്റ്റ് ഡേയ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ആസ് വർക്കിംഗ് ലൈക്ക് എക്സസൈസ് ചെയ്യുന്ന ഡേയ്സിനെ കാലും ഇമ്പോർട്ടൻ്റ് ആണ് റെസ്റ്റിംഗ് ഡേയ്സ്. പിന്നെ വരുന്നത് ഡയറ്റാണ്. ഡയറ്റ് എന്ന് പറയുമ്പോൾ 70% ഡയറ്റാണ്. സോ ബേസിക്കലി എൻ്റെ ഡയറ്റ് അത്രയും പെർഫെക്റ്റ് അല്ല. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടൈം ടു ഡു ഇറ്റ് അഗെയിൻ ടുമോറോ.